Okay, you have studied the first chapter of second year physics, electric charges and fields, in the Victor's TV channel. We make a review of that chapter. നിങ്ങൾ വിക്ടേഴ്സ് ചാനലിൽ സെക്കൻഡ് ഇയർ ഫിസിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആ പാഠം ഒന്ന് റിവ്യൂ ചെയ്യാം. വി വിൽ മേക്ക് എ റിവ്യൂ ഓഫ് ദ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. In this chapter, we start with the idea of electric charge. Electric charge എന്നാൽ എന്ത്? ഒരു വസ്തുവിന് ഇലക്ട്രിക് ചാർജ് എങ്ങനെയാണ് കിട്ടുന്നത്? വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രിക് ചാർജ്? ഹൗ ഡസ് എ ബോഡി അക്വയർ ഇലക്ട്രിക് ചാർജ്? To answer this question, we make use of the idea of atoms. All matter is made up of atoms. എല്ലാ വസ്തുവും ഉണ്ടാക്കിയത് ആറ്റങ്ങളെ കൊണ്ടാണ്. Atoms contain protons, neutrons and electrons. Among them, protons and neutrons are inside the nucleus. Electrons are outside the nucleus, revolving around circular orbits. ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിനകത്താണ് ഉള്ളത്. ഇലക്ട്രോൺസ് പുറത്ത് കറങ്ങുകയാണ്. ഇനി പ്രോട്ടോൺസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. പ്രോട്ടോൺസ് ഹാവ് എ പോസിറ്റീവ് ചാർജ്. Electrons have equal amount of negative charge. Neutrons have no charge. They are electrically neutral. Neutrons are electrically neutral. Now, in an atom, number of protons and number of electrons equal. This means normally net charge of an atom is 0. സാധാരണഗതിയിൽ ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമാണ്. അതുകൊണ്ട് തന്നെ ആറ്റത്തിന് ചാർജില്ല. നമ്മൾ പറയും ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയുന്നു. But in some cases, there is a chance of atoms losing or gaining electrons. ചിലപ്പോൾ ആറ്റങ്ങൾ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്താം അല്ലെങ്കിൽ സ്വീകരിക്കാം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണത്തിൽ തുല്യത ഇല്ലാതിരിക്കും. അപ്പോഴാണ് ആറ്റത്തിന് അല്ലെങ്കിൽ വസ്തുവിന് ചാർജ് കിട്ടുന്നത്. സോ വി ക്യാൻ സേ എ ബോഡി അക്വയേഴ്സ് ചാർജ് by the transfer of electrons. A body acquires charge by the transfer of electrons. Transfer of electrons ആണ് ഒരു വസ്തുവിന് ചാർജ് കിട്ടാനുള്ള കാരണം. അങ്ങനെയാണെങ്കിൽ രണ്ട് തരം ചാർജ് ഉണ്ട്. ചാർജ് രണ്ട് ടൈപ്പ് ഉണ്ട്. 2 types of charge അല്ലേ? In some cases then atoms may lose electrons. In which case they acquire a positive charge. ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുമ്പോൾ ആറ്റത്തിനകത്ത് പ്രോട്ടോണിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ 2 types of charges. ഏതൊക്കെ? പോസിറ്റീവ് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുമ്പോൾ എപ്പോഴാണ് നെഗറ്റീവ് ചാർജ് കിട്ടുക? നെഗറ്റീവ് എപ്പോഴ്? ഇലക്ട്രോൺസിനെ സ്വീകരിക്കുമ്പോൾ. So
Charge of a body is due to transfer of electrons. A body can have positive or negative charge. This is how a body acquire charge. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത്, ഈ ചാപ്റ്ററിൽ ആദ്യം പഠിച്ചത് ഇലക്ട്രിക് ചാർജിനെ കുറിച്ചാണ്. ചാർജ് എന്നാൽ എന്താണ്, എങ്ങനെയാണ് വസ്തുവിന് ചാർജ് കിട്ടുന്നത്, ഇക്കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് അല്ലേ. വസ്തുവിന് ചാർജ് കിട്ടാൻ കാരണം ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫറാണ്. ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ, രണ്ട് ടൈപ്പ് ചാർജ്, പോസിറ്റീവും നെഗറ്റീവും. ഇനി ചാർജ് സ്കെയിലാറാണേ. ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്കെയിലാർ പക്ഷേ പോസിറ്റീവോ നെഗറ്റീവോ ആവാം. ചാർജ് സ്കെയിലാർ ക്വാണ്ടിറ്റി ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ താഴെ എഴുതാം. Charge of a body is due to the transfer of electrons and not protons. Why? വസ്തുവിന് ചാർജ് കിട്ടാൻ കാരണം ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫറാണ്, പ്രോട്ടോൺ ട്രാൻസ്ഫർ അല്ല. എന്തുകൊണ്ട്? ആലോചിക്കുക, ഉത്തരം എഴുതുക. ആലോചിച്ച് ഉത്തരം എഴുതുക. ഓക്കെ. ഇനി നമുക്ക് ഇലക്ട്രിക് ചാർജിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ വി ഹാവ് സ്റ്റഡി അബൌട്ട് ഇലക്ട്രിക് ചാർജ്. നെക്സ്റ്റ് വി സ്റ്റഡി അബൌട്ട് ഹൗ വി ക്യാൻ ചാർജ് എ ബോഡി. ഹൗ ക്യാൻ വി ചാർജ് എ ബോഡി? ചാർജ് ഇല്ലാത്ത വസ്തുവിന് എങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും? ഹൗ ക്യാൻ വി ചാർജ് എ ബോഡി? ഹൗ വി ക്യാൻ ചാർജ് എ ബോഡി? മെത്തേഡ്സ് ഓഫ് ചാർജിങ് എ ബോഡി. മെത്തേഡ്സ് ഓഫ് ചാർജിങ് എ ബോഡി. മെത്തേഡ്സ് ഓഫ് ചാർജിങ്. ചാർജ് ചെയ്യാനുള്ള വഴികൾ ഏതൊക്കെയാണ്? 3 3 ways. 1, ചാർജിങ് ബൈ ഫ്രിക്ഷൻ. 2, ചാർജിങ് ബൈ conduction. 3, charging by induction. 3 ways: charging by friction, charging by conduction, charging by induction. Study one by one. We'll study one by one. First one, charging by induction. Charging by induction. Sorry. Charging by friction. Charging by friction. Charging by friction എന്നാൽ എന്താണ്? When we rub two insulating bodies, due to friction, one of them may acquire a positive charge and the other a negative charge. രണ്ട് ഇൻസുലേറ്റേഴ്സിന് പരസ്പരം ഉരസിയാൽ ഫ്രിക്ഷൻ നിമിത്തം അവയ്ക്ക് ചാർജ് കിട്ടാം. ഒന്ന് പോസിറ്റീവ് ചാർജും മറ്റേത് നെഗറ്റീവ് ചാർജും സ്വീകരിക്കും. ഇതാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ചാർജ് അക്വയർഡ് ബൈ എ ബോഡി ബൈ മീൻസ് ഓഫ് ഫ്രിക്ഷൻ is called frictional electricity. Frictional electricity. Okay. The charge acquired by a body due to friction is called frictional electricity. For example, if we rub our hair with a
if we rub our dry hair with comb, ചീപ്പ് കൊണ്ട് ഉണങ്ങിയ മുടി ഉരസി ചീകിയിട്ട് ആ ചീപ്പിനെ ചെറിയ പേപ്പർ പീസിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ അട്രാക്ഷൻ കാണാം. If a comb rubbed with hair is brought near bits of paper, they are attracted by the comb. This is because the comb has acquired a positive charge. The comb has acquired a positive charge. Clear? Similarly, we can rub a piece of glass rod with a silk cloth. On rubbing a piece of glass rod with a silk cloth, just saying that the glass acquires a positive charge. The glass acquires a positive charge. Glass rod. Glass rod rubbed with silk cloth acquires a positive charge. At the same time, the silk cloth acquires a equal amount of negative charge. Okay, glass acquires a positive charge, whereas the silk cloth acquires a negative charge. Glass, silk. അതേസമയം നമ്മളിപ്പോൾ ഒരു എബണൈറ്റ് റോഡിനെ സിൽക്കുമായിട്ട് ഉരസിയാൽ, ഏത് എബണൈറ്റ് വേറൊരു ഇൻസുലേറ്ററാണ്, എബണൈറ്റ് റോഡിനെ ഉരസിയാൽ, എബണൈറ്റിനെ സിൽക്ക് റോഡായിട്ട് ഉരസിയാൽ എബണൈറ്റിന് കിട്ടുന്ന ചാർജ് നെഗറ്റീവാണ്. എബണൈറ്റ് അക്വേഴ്സ് എ നെഗറ്റീവ് ചാർജ്, സിൽക്ക് അക്വേഴ്സ് എ പോസിറ്റീവ് ചാർജ്. ഇതാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. So when two insulators are rubbed with each other due to friction, they acquire opposite charges. This is called charging by friction. Clear? For example, glass rod rubbed with silk cloth, the glass rod acquires a positive charge, whereas ebonite rod rubbed with silk cloth, in that case the ebonite rod acquires a negative charge. This is charging by friction. അടുത്ത മെത്തേഡ് രണ്ടാമത്തത് ഏതാണ്? ചാർജിങ് ബൈ കണ്ടക്ഷൻ. വെച്ചാൽ an uncharged body can be charged by putting it in contact with a charged body. ചാർജ് ഇല്ലാത്ത ഒരു കണ്ടക്ടറിനെ ചാർജ് ചെയ്യിക്കണമെങ്കിൽ അതിനെ ഒരു ചാർജ് ചെയ്യപ്പെട്ട വസ്തുവുമായി കോണ്ടാക്റ്റിൽ വരുത്തിയാൽ മതിയാവും. ഇതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് a body by putting it in contact with another charged body. ഇതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. നമുക്കത് ചിത്രം വരച്ച് നോക്കാം. Explain it using a figure. For example, I have a charged body A. എൻ്റെ കയ്യിൽ പോസിറ്റീവ് ചാർജുള്ളൊരു വസ്തു ഉണ്ട് എ. താഴെ കാണിച്ചിട്ടുണ്ട് ചാർജ്ഡ് ബോഡി എ.
എൻ്റെ കയ്യിൽ മറ്റൊരു വസ്തുണ്ട് ബി ഉണ്ട്, വേറൊരു വസ്തുണ്ട് ബി, ചാർജ് ഇല്ലാത്ത വസ്തു ബി. എന്ത് ചെയ്യുന്നു വെച്ചാൽ ബീനെ നമ്മൾ എയുമായിട്ട് ടച്ച് ചെയ്യിക്കുന്നു. ബ്രിങ് ബി ഇൻ കോണ്ടാക്ട് വിത്ത് എ. വാട്ട് വിൽ ഹാപ്പൻ? എ ബി എന്താ സംഭവിക്കുക? എയിലെ കുറേ ചാർജ് ബിയിലേക്ക് പകരും. സം ഓഫ് ദ ചാർജസ് ഗെറ്റ് ട്രാൻസ്ഫർ ടു ബോഡി ബി. ഇനി ബീനെ മാറ്റി വെച്ചാലോ? ബിയിൽ പോസിറ്റീവ് ചാർജ് നിൽക്കും. ഇതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് എ ബോഡി by putting it in contact with another charged body is called charging by conduction. Clear? എ പോസിറ്റീവ് ചാർജുള്ള വസ്തുവാണ് അല്ലേ? ബി അതുമായി ടച്ച് ചെയ്യുമ്പോൾ ബിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടാമത്തെ വസ്തു ബീന് ഏത് ചാർജാണ് കിട്ടിയത്? പോസിറ്റീവ് ചാർജാണ്. ഇനി എക്ക് നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിലോ ബിക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ ചാർജിങ് ബൈ കണ്ടക്ഷനിൽ ചാർജുള്ള വസ്തുവിന് ഏത് ചാർജാണുള്ളത്? അതേ ചാർജാണ് മറ്റേ വസ്തുവിനും കിട്ടുക. ഇന്ന് നമുക്ക് ഇത്രയും പഠിച്ച് നിർത്താവുന്നതാണ്.